ഒരു ഹദീസിൽ വന്ന കാര്യമാണ് കീഴ്വായുവിന്റെ പറഞ്ഞ ഒരു പരാമർശം. കീഴ്വായു കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ടാവും. എങ്ങനെ എന്തിച്ചാലും നിൽക്കാത്ത വിധം ചിലപ്പോ ധാരാളമായി കീഴ്വായു പോയി ഒതു ചെയ്താലൊന്നും അവർക്ക് നിൽക്കുന്നില്ല. അത്തരം ചില ആളുകൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം ഘട്ടത്തിലാണ് നബിയോട് ചോദിച്ചത് കീഴ്വായു പോകുന്നത്. പക്ഷെ എനിക്ക് പോയോ ഇല്ലേ സംശയം, കീഴ്വായു പോയോ ഇല്ലേന്ന് സംശയമുണ്ട്, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് നബി ഞങ്ങൾ പറഞ്ഞത്, ശബ്ദം കേൾക്കുകയോ സ്മെല്ല് വരികയോ ചെയ്യുന്നത് വരെ നീ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആ ഒരു വിഷയത്തിലാണ്. കീഴ്വായു പോയാലും ഒന്നും മുറിയാന്നല്ല, കീഴ്വായു പോയി ഉറപ്പുണ്ടോ ഒന്നും മുറി. പക്ഷെ സംശയം കീഴ്വായു പോയില്ലേ. അപ്പൊ ആ സംശയത്തിന്റെ പേരിൽ മാത്രം അവൻ നിസ്കാരത്തിന് ഒഴിഞ്ഞു പോകേണ്ട കാര്യമില്ല. അപ്പൊ പോയോ ഇല്ലെന്ന് ഉറപ്പിക്കാനുള്ള രണ്ട് മാർഗ്ഗമാണ്. ഒന്നുകിൽ സ്മെല്ല് ഉണ്ടാകും, അല്ലെങ്കിൽ വാസന ഉണ്ടാകും. അതാണ് ശബ്ദം കേൾക്കുന്നത് വരെ അല്ലെങ്കിൽ വാസന ഉണ്ടാകുന്നത് വരെ നീ പരിഗണിക്കേണ്ടതില്ല. അത് ഈ വസ്വാസിന്റെ ഇങ്ങനെ പോയ സംശയത്തിലാക്കി വരിക, പിന്നെ വസ്വാസ്. അപ്പൊ അത് ഒരു കാര്യം കണ്ട അങ്ങനെ തോന്നൽ നീ കാര്യമാക്കേണ്ടതില്ല. നിനക്ക് കീഴ്വായി പോയി ഒറപ്പായാൽ ഒതുമുറി കണക്കാക്കിയാൽ മതി. അതാണ് അതിന്റെ ആശയം. അത് വെച്ചുകൊണ്ട് കീഴ്വായി പോയാലും സ്മെല്ലില്ലെങ്കിൽ ഒതുമുറിയില്ല എന്നില്ല. കീഴ്വായി പോയി ഉറപ്പാണ്, സ്മെല്ലില്ല, വാസനയില്ല, സൗണ്ടില്ല, എന്നാ പിന്നെ പ്രശ്നമില്ല എന്നർത്ഥമില്ല.